പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും
അനുഗ്രഹങ്ങൾക്കുമായി സരസ്വഭാഗ്യങ്ങൾ നന്മകളും നിറഞ്ഞ് ഒടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ഇപ്പോൾ ഞങ്ങളെ ഗ്രാഹിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 14 6 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ. അബ്രാഹാം പറഞ്ഞു, നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ്. നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി. എന്നാൽ കർത്താവിന്റെ ദൂതൻ ശൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാരേ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. അവന് നീ ഇസ്മായിൽ എന്ന് പേരിടണം. കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. അവൻ കാട്ടുകേൾപ്പിക്കാത്ത മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും. അവൻ തന്റെ സഹോദരികൾക്കെതിരായി വർദ്ധിക്കുകയും ചെയ്യും. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് ആ നീലുറവയ്ക്ക് ബേർദഹായിറോയ് എന്ന് പേരുണ്ടായി. അത് കാദിഷിനും ബേരത്തിനും ഇടയ്ക്കാണ്. ഹാഗാരിൽ അബ്രാമിന് ഒരു പുത്രൻ ജനിച്ചു. ഹാഗാർ പ്രസവിച്ച മകനെ അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു. ഹാഗാർ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു.
ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. രഞ്ജിത, നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവികതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്ന് വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കാം. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങളും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനപരം വിശ്വാസത്തിൽ ചേർന്ന വിധം പ്രവചിക്കുന്നതിനും, ശുശ്രൂഷപരം ശുശ്രൂഷ നിർവഹണത്തിലും, അധ്യാപനപരം അധ്യാപനത്തിലും, ഉപദേശപരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ആഹ്ലാദത്തോടെയും, നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെപ്പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. Amen.
യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരം നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. അപ്പോൾ ഫരിസേയൻ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാൽ എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടിയുണ്ട്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാരസ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. ഏറ്റവും ആദരനായ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, കല്യാണപ്രായം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ എന്താ കല്യാണം കഴിക്കാത്തത്? അവൻ ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൻ പറഞ്ഞു, അച്ഛാ, കല്യാണം കഴിക്കാൻ ഒട്ടും ആഗ്രഹമില്ല. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനെയും അമ്മയെയും കണ്ടുകൊണ്ട് ഞാൻ എടുത്തൊരു തീരുമാനമാണ്, എന്തിനാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അല്പം സ്നേഹമോ സന്തോഷമോ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ ഈ നാളുകളിൽ നീ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ പ്രകാശമായിട്ട് തീരേണ്ടവരാണ് മാതാപിതാക്കന്മാർ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രകാശമായിട്ട് തീരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള വലിയ ദുഃഖമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. മാതൃകയായിട്ട് തീരുക എന്നതാണ് പ്രകാശമുള്ള വ്യക്തികളായിട്ട് തീരുക എന്നതിനർത്ഥം. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുവാനായിട്ടാണ് പറയുക. എത്ര മാതാപിതാക്കന്മാർക്ക് മക്കളോട് പറയാനായിട്ട് സാധിക്കും, എൻ്റെ മക്കളെ, ഞങ്ങൾ ജീവിക്കുന്നത് പോലെ നിങ്ങൾ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക എന്ന്. നമ്മൾ പലപ്പോഴും വായിച്ചു കേട്ടിട്ടുള്ള മഹാത്മാക്കളുടെ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഗാന്ധിജിയെ കുറിച്ചോ അമേരിക്കയിൽ ജീവിച്ച മഹാന്മാരെ കുറിച്ചോ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും എത്ര മാതാപിതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും, എന്നെ പോലെ എൻ്റെ ജീവിത പങ്കാളിയെ പോലെ നിങ്ങൾ ജീവിച്ചാൽ മതിയെന്ന്. പ്രകാശമുള്ള വ്യക്തികളായിട്ട് മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുവാനായി തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തു ഇന്ന് സുവിശേഷത്തിലൂടെ ഓർമ്മപ്പെടുത്തുക. ടി പത്മനാഭന്റെ ഒരു കഥയുണ്ട്, പ്രകാശം വരുത്തുന്ന ഒരു പെൺകുട്ടി എന്നാണ് ആ കഥയുടെ പേര്. ജീവിതത്തിൽ നിരാശനായി ഇനി ജീവിക്കേണ്ട എന്ന് തീരുമാനമെടുത്ത് സങ്കടക്കടലിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ മരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് മരിക്കുവാനായിട്ട് പോകുന്ന ഒരു വിഷക്കുപ്പി വാങ്ങിച്ചുകൊണ്ട് സിനിമാ തിയേറ്ററിലേക്ക് പോവുകയാണ്. സിനിമാ തിയേറ്ററിൽ ഈ സിനിമയും കണ്ടു ഇനി മരിക്കണമെന്ന ഉറച്ച തീരുമാനത്തോട് പോകുമ്പോൾ ഈ വ്യക്തിയുടെ അടുത്തിരുന്നത് ഒരു പെൺകുട്ടിയും അവൻ്റെ അനുജനുമാണ്. വളരെ സന്തോഷങ്ങൾ, ജീവിതത്തിൽ നല്ല സമയങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇദ്ദേഹം ശ്രദ്ധിച്ചു. ഇതിനിടയിൽ അവിടെ ഉണ്ടായ ആ പെൺകുട്ടി അനുജന്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് അപരിചിതനായ മനുഷ്യന് ചോക്ലേറ്റ് കൊടുക്കുകയാണ്. ഈ ചോക്ലേറ്റ് കിട്ടിയത് ഈ മനുഷ്യന് ഒത്തിരി സന്തോഷം തോന്നി. ഒരാളെങ്കിലും എന്നെ കുറിച്ച് കരുതലുണ്ടായിരുന്നു. എന്റെ ദുഃഖത്തിന്റെ സമയത്ത് ഈ പെൺകുട്ടി ചോക്ലേറ്റ് പാടി എനിക്ക് തന്നിരിക്കുകയാണ്. ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ കൂട്ടിച്ചേർക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം നൽകിയ ഒരു പെൺകുട്ടിയാണ്. നമ്മുടെ ജീവിതം എത്രത്തോളമാണ് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുവാനായിട്ട് സാധിക്കുക എന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക, എൻ്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും പ്രകാശം നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ്?
ഇവിടെ തിരികൾ കാണുന്നുണ്ട്, കത്തിച്ചൊലിക്കുന്ന വൈദ്യുതിയുടെ ദീപങ്ങൾ കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എവിടെയൊക്കെ പ്രകാശം നൽകുന്നുണ്ടോ അവിടെ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ഈ മെഴുകുതിരി കത്തിത്തീരുമ്പോഴാണ് പ്രകാശം നൽകുക. ഈ വൈദ്യുതി ലഭിക്കുമ്പോൾ അതിന്റെ പിന്നിൽ നമ്മൾ എന്തെങ്കിലും ചാർജ് കൊടുക്കണം. നഷ്ടപ്പെടുത്തലുകൾ വരുമ്പോഴാണ് പ്രകാശം നൽകുവാനായിട്ട് സാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ നഷ്ടപ്പെടുത്തുവാനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം നൽകുവാൻ തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുവാനായിട്ട് നമുക്ക് തയ്യാറല്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നം. നമ്മുടെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി നമ്മൾ നിലകൊള്ളുകയാണ്. അതുകൊണ്ടാണ് അക്കിത്തർ പാടിയത്, വെളിച്ച ദുഃഖമാണുണ്ണി തമസ്സലു സുഖപ്രദം. വെളിച്ചത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തലുകളും ദുഃഖങ്ങളും ത്യാഗങ്ങളും ആവശ്യമുള്ളതാണ്. പക്ഷെ തമസ്സില് ഇരുട്ടിൽ ജീവിക്കുക എന്നുള്ളത് സന്തോഷം നൽകുന്നതാണ്, സുഖം നൽകുന്നതാണ്. ആരോടും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, തോന്നി പോലെ ജീവിക്കാം. എവിടെയാണ് സുഖം കിട്ടുന്നത് അവിടെയൊക്കെ നമുക്ക് തോന്നി പോലെ ജീവിക്കുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ പ്രകാശം നൽകിയ ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നവരൊക്കെ ഈ പ്രകാശത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് പ്രകാശമുള്ള വ്യക്തികളായിട്ട് മാറിയവരാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ക്രിസ്തുവിന്റെ ആ പ്രകാശത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചുകൊണ്ട് പുതിയ ജീവിതം നയിച്ചവളാണ്. സക്കൈവസിന്റെ ജീവിതത്തില് മാനസാന്തരപ്പെട്ടുകൊണ്ട് ഇനി പ്രകാശമുള്ള ക്രിസ്തുവിനെ പോലെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് തയ്യാറായിട്ടുള്ളവരാണ്. ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്ന് രോഗശാന്തികള് അത്ഭുതങ്ങളൊക്കെ നേടിയവരൊക്കെ ഈ പ്രകാശത്തിന്റെ ഫലം അനുഭവിച്ചവരും ശക്തി അനുഭവിച്ചവരും പ്രകാശമായിട്ട് മാറാനായിട്ട് തീരുമാനമെടുത്തവരാണ്. ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് പ്രകാശമുള്ള വ്യക്തികളായിട്ട് മാറുക എന്നുള്ളതാണ്. ഈ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് പഴയ നിയമത്തിലെ കൂടാര തിരുനാളിനെ കുറിച്ചാണ്. കൂടാര തിരുനാൾ ദിവസമാണ് സംഭവിക്കുക. ഈജിപ്തിൽ നിന്ന് യാത്ര ചെയ്ത ഇസ്രായേൽക്കാര് അവർ കൂടാരമടിച്ച് അവിടെ ഇടയ്ക്ക് താമസിച്ചിരുന്നു. അവിടെ അഗ്നിസ്തംഭമായിട്ട് വന്ന ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്ന അനുഭവമാണ് ഈ കൂടാരത്തിൽ. ഈ ദിവസമാണ് ക്രിസ്തു പഠിപ്പിക്കുക, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം പ്രകാശമുള്ളതായിട്ട് മാറണം. ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ മുമ്പിലെ പ്രകാശമുള്ള മനുഷ്യരുടെ മുമ്പിൽ പ്രകാശമുള്ള വ്യക്തികളായിട്ട് മാറാനായിട്ട് നമ്മൾ എടുക്കുന്ന ത്യാഗങ്ങൾ എന്തൊക്കെയാണ്? ഈ നോമ്പുകാലം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമാക്കി മാറ്റുവാനായിട്ടുള്ളതാണ്. അന്ധകാരത്തെ മാറ്റുകയാണ് പ്രകാശത്തിലൂടെ. നമ്മൾ എടുക്കുന്ന നോമ്പായിരിക്കാം, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതായിരിക്കാം, നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥനകളായിരിക്കാം, മക്കൾക്ക് നല്ല മാതൃക നൽകുന്നതായിരിക്കാം. ഇതൊക്കെ പ്രകാശമുള്ള വ്യക്തികളാക്കി നമ്മൾ രൂപാന്തരപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ നോമ്പുകാലം നമ്മളെ ഓരോരുത്തരെയും കുറച്ചുകൂടി പ്രകാശമുള്ള വ്യക്തികളായിട്ട് മാറ്റണം. നമ്മളെ കണ്ടുകൊണ്ട് നമ്മളെ മക്കൾ പറയണം, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ മാതൃക എൻ്റെ അപ്പനാണ്, എൻ്റെ ഏറ്റവും വലിയ മാതൃക എൻ്റെ അമ്മയാണ്. പ്രാർത്ഥന, ആത്മീയ ജീവിതം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത്, മൂല്യങ്ങള് ഇതൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സന്തോഷവും സമാധാനവും പകരുന്ന എൻ്റെ അപ്പനെ പോലെ എൻ്റെ അമ്മയെ പോലെ ആകുവാനായിട്ടാണ് എനിക്ക് വലിയ സ്വപ്നമെന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തുവാനായിട്ട് തയ്യാറാകണം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് സീരിയൽ കണ്ടിരുന്നാൽ, സ്നേഹിക്കേണ്ട സമയത്ത് കലഹിച്ചിരുന്നാൽ, നന്മ ചെയ്യേണ്ട സമയത്ത് ശത്രുത പകർന്നു നൽകിയാൽ ഒരു മക്കളും അങ്ങനെ പറയുകയില്ല. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുമ്പോഴാണ് പ്രകാശമുള്ള വ്യക്തികളായിട്ട് മാറാനായിട്ട് സാധിക്കുക. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ജീവിതങ്ങളായിട്ട് മാറട്ടെ എന്ന് നിത്യപ്രകാശമായ ക്രിസ്തുവിന്റെ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ എന്ന് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവിനാൽ വനത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവെ, തപസ്സിന്റെയും പ്രാശ്ചിത്യത്തിന്റെയും അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ വിശുദ്ധായി ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ ബലിവസ്തുവായ വിശുദ്ധായി ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനകളെയും അങ്ങയോടുകൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെ, മാർ ആന്റണി കരിയൽ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും മറ്റർച്ചപാലകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. നിത്യപ്രകാശമായ മിശിഹായേ, അങ്ങ് മറ്റുള്ളവർക്ക് പ്രകാശം നൽകിയതുപോലെ കുരിശിന്റെ ബലിയിലൂടെ ലോകത്തെ മുഴുവൻ രക്ഷിച്ച് പ്രകാശം പകർന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ ത്യാഗത്തിന്റെ വഴിയിലൂടെ, ക്രിസ്തുവിന്റെ വഴിയിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് നിന്റെ പ്രകാശം നൽകി ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല വഴിയിലൂടെ സഞ്ചരിക്കുവാനും മാനസാന്തരത്തിന്റെ ഫലങ്ങൾ നൽകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഈ ബലിവസ്തുക്കളോടൊപ്പം ഏറെ പ്രത്യാശയോടെ സമർപ്പിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. സർവ്വശക്തപിതാവുമായ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിനെ ഏകപുത്രനും സർവ്വശിശുപ്രധാനപിതാവിനും പിതാവിനും ജനിച്ചവനും പ്രധാന ശിശുവിനാത്തവനും ഏകപിതാവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യമുള്ള സത്യവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്വീകാര്യപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ കാത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യ
കുർബാന നമ്മുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇടയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ ആന്തരികത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിഷയോട് നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആദ്യമായ നാമം എല്ലാത്തിനും സ്തുതിയുമെല്ലാം ആകുന്ന കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലെ സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗ്ഗവാസികളുടെ ആയിരങ്ങളും അനാഥമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു.
ലോകത്തിൻ രക്ഷകനാം നാഥൻ ആർപ്പുകളോടെ ആദരവാൻ വിണ്ണിന്റെ നാഥനായി ഹോശാന പാടാം. കർത്താവിനും അവനല്ലോ ഹോശാന ഗീതം പാടിടാം. ഹോശാന സുരഗീതം നീട്ടിടാം. ഹോശാന 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 ദൈവമേ, അങ്ങ് നിയമത്തിന് അധീനത്തിരിക്കുവാൻ നിയമത്തിന് ധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും കരയുന്നവരുമായി ദാസർ അങ്ങേ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവൻ ഞങ്ങളെ പകരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ശ്രമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങേ സമൃദ്ധമായ അനുഗ്രഹത്താൽ ബോധമണിയിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും മാർ ആന്റണി കരീം മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും
ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി മതമർദ്ദിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. യേശുദരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുലരും അനാഥരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം മൂലം അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടിയും ഞങ്ങളെ ഈ പരിമതിയെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. ബലഹീനരും ക്ലേശിതരുമായ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും മഹനീയവും ഭക്തജനകവും പരിശുദ്ധവും ദൈവമായ ദൈവികമായ രഹസ്യത്തെയും സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ആശ്രയിച്ച് ആശീർവദിക്കുകയും ബോധീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരെയുള്ളവരെ ഹൃദയാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയവരോട് ഒന്നിച്ച് സ്വർഗരാജ്യത്തിനുമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജനനായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനകൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഗ്രഹവും പരിശുദ്ധവും ജീവനായും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും
അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ അർപ്പണം ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ വഴി നടത്തുന്ന ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർ അങ്ങിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഉപകരണങ്ങളാക്കി മാറ്റണമേ. അന്ധകാരത്തിന്റെ ശക്തികളെ മാറ്റിക്കൊണ്ട് നിത്യപ്രകാശമായ ക്രിസ്തുവിനെ ധരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും പ്രധാന തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങ് വിളിച്ച് പ്രധാന അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളോ പാപങ്ങളോ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ശരീരം ഇതാകുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം ഇതാകുന്നു. അമർത്യരുടെ ഔഷധം ഇതാ നമുക്കായി നൽകപ്പെടുന്നു. ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് ഇതിന്റെ ദാതാവായ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. ജീവിതകർത്താവായ യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യദാനം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. പ്രായശ്ചിത്ത പ്രവർത്തികളിൽ വ്യാപൃതരായിരിക്കുന്ന സഹോദരന്റെ ജീവദായകമായ വിരുന്ന് നമുക്ക് ആസ്വദിക്കാം. മിശിഹായുടെ തിരുശരീരം കടകളുടെ പ്രതികൾ നിത്യജീവനം കാരണമാകട്ടെ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കെടുക്കുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം. ദൈവമേ, സുസ്ഥിരവും പരിശുദ്ധവും ജീവനായ ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് എങ്ങനെ മകനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നീക്കും. പ്രദേശിയായ മിശിഹായി സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളാരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും.
എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ